കോടിക്കണക്കിന് രൂപ സ്വത്തുള്ള ആളുകൾ ഞങ്ങളുടെ മുമ്പിലിരുന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ ഒരു സമാധാനമില്ലേ, നല്ലത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ചെയ്തു കഴിയുമ്പോൾ അത് മോശം പ്രവൃത്തിയായി മാറുന്നു. കർത്താവിനോടുള്ള സമീപനവും പലപ്പോഴും പ്രഹസനമായി മാറുന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക കർത്താവ് നമുക്ക് നൽകുന്ന വലിയ രക്ഷയെക്കുറിച്ചാണ്. കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ പത്രോസ്ലീഹ അപ്പോസ്തല പ്രവർത്തന 4-ാം അധ്യായം അതിന് 12-ാം തിരുവചനത്തിൽ ഇപ്രകാരം അവിടെ പറയുന്നുണ്ട്, മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ ശക്തിയുള്ള ഏക നാമം കർത്താവിൻ്റെ നാമമാണ്. ലോകത്തിലുള്ള മറ്റെന്തിനേക്കാളും നാം ആശ്രയിക്കേണ്ടത് കർത്താവായ യേശുവിലാണ്. ഹല്ലേലൂയ. ഓർക്കെ, ഹല്ലേലൂയ. കരമുയർത്തി പറയുവോ ഹല്ലേലൂയ. നമുക്ക് മറ്റെന്തിനേക്കാളും ആശ്രയിക്കാനായിട്ട് ഉള്ള ഒരു നാമം കർത്താവിൻ്റെ നാമമാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യകുലത്തിന് യേശുവിലൂടെ ലഭിക്കുന്ന രക്ഷ അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? നമ്മൾ അതാണ് ചിന്തിക്കുക. എങ്ങനെയാണ് നമുക്ക് കർത്താവ് നൽകുന്ന ഈ രക്ഷയും സമാധാനവും സന്തോഷവും ഒക്കെ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? അതിനൊറ്റ കാരണമേ ഉള്ളൂ. എഫെസൂസ് ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, വിശ്വാസം വഴി കൃപയാലാണ് നീ രക്ഷിക്കപ്പെടുക. അപ്പം നീ ആദ്യം യേശുവിൽ വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ് കർത്താവ് എന്തിനാണ് മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചത്, കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണ്, കർത്താവ് എങ്ങനെയാണ് നമുക്ക് രക്ഷ നൽകുന്നത്, കർത്താവ് നൽകുന്ന രക്ഷയ്ക്കായി ഞാൻ എങ്ങനെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ യേശുവിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് കർത്താവ് നൽകുന്ന രക്ഷയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുക. കർത്താവ് നൽകുന്ന ആ രക്ഷ, ആ രക്ഷയെക്കുറിച്ച് എന്നുള്ള ഉത്തമ ബോധ്യത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ വിശ്വാസം ഒരുപാട് 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 ഉയരണം. ആ വിശ്വസിക്കുമ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകും. ദൈവം എപ്രകാരമാണ് മനുഷ്യകുലത്തിന് രക്ഷ പ്രദാനം ചെയ്തതെന്ന് മനസ്സിലാകും. അതിനനുസരിച്ച് ഞാനും നിങ്ങളുമെല്ലാം ഒരുക്കപ്പെടുവാൻ എപ്രകാരമാണ് ദൈവസന്നിധിയിൽ വ്യാപരിക്കേണ്ടതെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം തന്നെ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞയച്ച ദൈവത്തിൻ്റെ ദൂതൻ ഈ ലോകത്തോട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുന്നുണ്ട്. കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും അന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന മനോഹരമായ ഒരു രംഗം നമ്മൾ ലൂക്കാസ് സുവിശേഷത്തിൽ കാണുന്നുണ്ട്. എന്താണ് അവിടെ കാണുന്നത്? സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു, അല്ലേ? കർത്താവിൻ്റെ ജനനത്തിന് മുൻപ് ദൂതനിലൂടെ ഈ ലോകത്തിൽ വെളിപ്പെട്ട വലിയ സത്യം, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് ആ ദൂതനിലൂടെ ഈ ലോകത്തിലേക്ക് വെളിപ്പെട്ടത്. കണ്ടോ? തുടർന്ന് ശിമയോൻ പുരോഹിതൻ ദേവാലയത്തിൽ ശിശുവിനെ നിയമപ്രകാരമുള്ള കാഴ്ചകൾ അർപ്പിക്കാനായിട്ട് ഉണ്ണിയായ യേശുവിനെ മാതാപിതാക്കളായ മാതാവും ഔസേപിതാവും ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ കുഞ്ഞിനെ കൈകളിലെടുത്ത് ശിമയോൻ പറയുന്ന മനോഹരമായ രംഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് ശിമയോൻ പറയുന്നത്? സകല ജനത്തിനു വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ആമേൻ. കണ്ടോ? സകല ജനത്തിനു വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. എന്ത് രക്ഷയെക്കുറിച്ചാണ് അവിടെ ശിമയോൻ പറഞ്ഞത്? എപ്രകാരമുള്ള ഒരു രക്ഷയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്? അവിടെ ശിമയോനിലൂടെ പ്രഘോഷിക്കപ്പെട്ട ആ രക്ഷ 33 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കാൽവരിയിലാണ് ആ രക്ഷയെ ലോകം കണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട് എഫെസൂസ് ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. എപ്രകാരമുള്ള രക്ഷയാണ് യേശുവിലൂടെ നമുക്ക് ലഭിക്കുക? യേശുവിൽ വിശ്വസിച്ച്, യേശുവിൽ ആശ്രയിച്ച്, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച്
യേശുവിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുന്ന ആ വ്യക്തിക്ക് നൽകുന്ന രക്ഷ എന്താണ്? അവിടെ പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം രക്തം ചിന്തി നമ്മെ രക്ഷയിലേക്ക് നയിച്ചു. കണ്ടോ? യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വലിയ ബോധ്യമാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം രക്തം ചിന്തി കർത്താവ് നമ്മെ രക്ഷയിലേക്ക് നയിച്ചു. യേശുവിലൂടെ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. അതിലൂടെ നമ്മുടെ ജീവിതത്തിന് വലിയ രക്ഷയുണ്ടായി എന്ന് എഫെസൂസ് ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. യേശു ചിന്തിയ രക്തമാണ്, യേശുവിൻ്റെ ക്രൂശിലേറിയ മരണമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും എല്ലാം പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടത്. ഒരു ഹല്ലേലൂയ പറയാവോ? 3 പ്രാവശ്യം പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടോ? കർത്താവിന് നമ്മൾ സ്വസ്ത്രം പറയണം. പാപികളായ നമ്മൾക്ക് വേണ്ടി കർത്താവ് ക്രൂശിലേറി രക്ഷ നമുക്ക് പ്രദാനം ചെയ്തു. കണ്ടോ എപ്രകാരമാണ്? കണ്ടോ, നമ്മുടെ ബലഹീനതകളാൽ പാപികളായ നമുക്ക് വേണ്ടി നിർണയിക്കപ്പെട്ട സമയത്ത് കർത്താവ് നമുക്ക് ക്രൂശിതനായി. കണ്ടോ, റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായം 9 മുതലുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്, നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കി. കണ്ടു, ഒരു നീതിമാന് വേണ്ടി ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മരിക്കാം. പക്ഷേ നാം പാപികളായിരിക്കെ ബലഹീനരായ നമുക്ക് വേണ്ടി നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുകയാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം, അപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത, നാം പാപികളാണോ? നമ്മളിൽ എങ്ങനെ പാപാവസ്ഥയുണ്ടോ? പൗലോസ്ലീഹ പറയുന്നുണ്ട് റോമാലേഖനത്തിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. എന്താണ് കാരണം? ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് തന്നെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പാപമായി മാറുന്നു. കണ്ടോ, എന്തായി മാറുന്നു? ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ അത് എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. കണ്ടോ, ഞാൻ ഇച്ഛിക്കാത്തത് ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, നമ്മൾ നല്ലവരൊക്കെ ജീവിക്കണമെന്ന് നമുക്ക് പലപ്പോഴും ആഗ്രഹമൊക്കെ ഉണ്ട്. ആർക്കും ദോഷം വരുത്താതെ എല്ലാവരോടും നല്ലതെന്ന് പറഞ്ഞ് നല്ലവനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ലോകം നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്ന ഒത്തിരിയേറെ പ്രലോഭനങ്ങളുണ്ട്. അതാണ് പറയുന്നത്, നാം ബലഹീനരാ. അതുകൊണ്ട് ഈ പ്രലോഭനങ്ങളിലെല്ലാം വീണ് നാം പാപികളാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നല്ലത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ചെയ്തു കഴിയുമ്പോൾ അത് മോശം പ്രവൃത്തിയായി മാറുന്നു. അപ്പൊ പൗലോസ്ലീഹ ചിന്തിക്കുക, അതെന്താ അങ്ങനെ വരാൻ കാരണം? ഇപ്പൊ പൗലോസ്ലീഹ ഒരു സത്യം തിരിച്ചറിയാണ്. എന്താ തിരിച്ചറിഞ്ഞത്? ഇങ്ങനെ മോശം പ്രവൃത്തികൾ ചെയ്യാനുള്ള കാരണം അത് എന്നിൽ കുടികൊള്ളുന്ന പാപമാ. ആ പാപമാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, എന്നിൽ പാപമുണ്ട് എന്നുള്ളൊരു തത്വം ഞാൻ മനസ്സിലാക്കി. പലപ്പോഴും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്നിൽ പാപകരമായ കാര്യങ്ങൾ കടന്നു വരാൻ കാരണം എന്നിൽ കുടികൊള്ളുന്ന പാപമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എങ്ങനെയാണ് ഞാനും നിങ്ങളുമൊക്കെ പാപാവസ്ഥയിലേക്ക് നീണ്ടുപോകുന്നത്, ചെന്നുവിടുന്നത്? നാം ബലഹീനരാ, നാം ദുർബലരാ. അതുകൊണ്ട് തന്നെ പ്രലോഭനങ്ങളിൽ നമ്മൾ വീണ്, പാപത്തെ സാഹചര്യത്തിൽ നമ്മൾ വീണുപോകും. അങ്ങനെ വീണുപോയവരെ, അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ ബലഹീനരാൽ പാപികളായ തീർന്നവരെ നിർണയിക്കപ്പെട്ട നിമിഷത്തിൽ കർത്താവ് അവന്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ഹല്ലേലൂയ പറയാവോ? കരങ്ങൾ വീശി പറയാവോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷയെക്കുറിച്ച് നമ്മൾ വിശ്വാസപൂർവം ധ്യാനിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ രക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ച ഒരു കഥാപാത്രമുണ്ട്, സമരിയക്കാരി സ്ത്രീ.
ഈ സമരിയക്കാരി സ്ത്രീയുടെ അരികിലേക്ക് കർത്താവ് ചെല്ലുക, വെള്ളം ചോദിച്ചിട്ട്. അപ്പോ നമുക്കറിയാം ആ ഭാഗങ്ങളൊക്കെ. കർത്താവ് യേശു സമരിയക്കാരി സ്ത്രീയോട് ആ സ്ത്രീയുടെ കഴിഞ്ഞകാല ജീവിത കാര്യങ്ങൾ മുഴുവൻ പറയുക. വസ്ത്രം മാറുന്ന ലാഘവത്തോടെ നീ ഭർത്താക്കന്മാരെ മാറിയ കാര്യം, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ള ഭർത്താവ് ഞാനല്ല, നീ ഇപ്പോഴുള്ളത് നിന്റെ ഭർത്താവല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ സമരിയക്കാരി സ്ത്രീ ഒരു കാര്യം കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. മിശിഹ വരുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ കർത്താവ് പറയാണ്, നീ പറഞ്ഞ ആ മിശിഹ തന്നെയാണ് ഞാൻ. അത് കേട്ട മാത്രയിൽ സമരിയക്കാരി സ്ത്രീ എന്താ ചെയ്തേ? ആ വെള്ളം കുടം അവിടെ വെച്ച് ഓടി. എവിടേക്ക് ഓടി? പട്ടണത്തിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് പറയുകയാണ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ഇന്നലകളിലെ മോശപ്പെട്ട ജീവിത രീതിയെക്കുറിച്ചും എൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും ഞാൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചും പറഞ്ഞ ഒരാളെ നിങ്ങൾ വന്ന് കാണുവിൻ. കണ്ടോ? അപ്പൊ ആ ഗ്രാമവാസികളെല്ലാം, ആ പട്ടണവാസികളെല്ലാം യേശുവിനെ അന്വേഷിച്ച് വരികയാണ്. തുടർന്ന് എന്താ സംഭവിക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലേക്ക് വരണം, 2 ദിവസം ഞങ്ങളോടുകൂടെ താമസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 39 മുതൽ 42 വരെയുള്ള തിരുവചനത്തില് വളരെ മനോഹരമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി അവിടെ യേശുനാഥൻ 2 ദിവസം അവരോട് പറഞ്ഞത് ദൈവവചനമാണ്. പക്ഷെ ഈ ദൈവവചനം 2 ദിവസം അവിടെ പ്രഘോഷിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? അവർ പറയുകയാണ്, യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ, ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് അവർ മനസ്സിലാക്കി. ഹല്ലേലൂയ! കരമുരുതി പറഞ്ഞാൽ ഹല്ലേലൂയ! 2 ദിവസം കർത്താവ് അവരുടെ മുമ്പിൽ തിരുവചനം പങ്കുവെച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ വചനം പങ്കുവെക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ ലോകരക്ഷകൻ എന്ന് അവർക്ക് മനസ്സിലായി. നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. യേശു അവിടെ ഒരു അത്ഭുതങ്ങളോ അടയാളങ്ങളോ ചെയ്തിട്ടില്ല. യേശു അവിടെ ഒരു രോഗശാന്തി ശുശ്രൂഷ നടത്തിയിട്ടില്ല. യേശു അവിടെ പിശാച് ബാധിച്ചവരെ പുറത്താക്കിയിട്ടില്ല. മരിച്ചവരെ ഉയർപ്പിച്ചിട്ടില്ല. അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. ദൈവരാജ്യത്തെക്കുറിച്ച് മാത്രമേ കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഞാൻ ചിന്തിക്കാറുണ്ട്, യേശു എന്തായിരിക്കും ആ മക്കളോട് പറഞ്ഞിട്ടുണ്ടാവുക? അവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ടാവും. ഇതൊന്നുമല്ല ജീവിതം. ഈ ജീവിതത്തിലെ മോശപ്പെട്ട അവസ്ഥകളൊക്കെ മാറ്റി മറ്റൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് അവരെ ഉപദേശിച്ചിട്ടുണ്ടാകാം. യേശു നൽകുന്ന രക്ഷയെക്കുറിച്ച് അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവർ പറയില്ലല്ലോ. അവർ 2 ദിവസം യേശുവോടെ ധ്യാനിപ്പിച്ചപ്പോ അവർ പറയാണ്, ഇവനാണ് യഥാർത്ഥ ലോകരക്ഷകൻ. ഹല്ലേലൂയ! ഹല്ലേലൂയ! പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകുന്ന ഈ രക്ഷയെക്കുറിച്ച് ദൈവജനത്തിലൂടെ നമ്മൾ ഒരുപാട് കേട്ടിട്ടും നമ്മുടെ വിശ്വാസവും നമ്മുടെ സമീപനവും പലപ്പോഴും ഒരു പ്രഹസനമായി മാറുകയാണ്. നമ്മൾ ഈ രക്ഷയെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കർത്താവ് നൽകുന്ന രക്ഷയെക്കുറിച്ചൊക്കെ നമുക്ക് ബോധ്യമാണ്. പക്ഷേ നമ്മുടെ വിശ്വാസം അതിനനുസരിച്ച് വളരുന്നില്ല. എത്രയോ ധ്യാനങ്ങൾ കൂടി, എത്രയോ പ്രാർത്ഥനകളിൽ നമ്മൾ മുഴുകി, എത്രയോ നാൾ കർത്താവിനെ സ്വന്തം നാഥനും രക്ഷകനുമായി നമ്മൾ സ്വീകരിച്ച് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നു. വചനം പറയാണ്, കർത്താവ് നൽകുന്ന രക്ഷയെക്കുറിച്ച് ദൈവവചനത്തിലൂടെ നമ്മൾ കേട്ടിട്ടും നമ്മുടെ വിശ്വാസവും കർത്താവിനോടുള്ള സമീപനവും പലപ്പോഴും പ്രഹസനമായി മാറുന്നു. ഹല്ലേലൂയ! എൻ്റെ അരിക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞതാ കർത്താവ്. എന്താ ഇതിന് കാരണം? നമ്മുടെ വിശ്വാസം ഇങ്ങനെ പ്രഹസനമായി മാറാനുള്ള കാരണം എന്താ? പൗലോസ്ലീഹ പറയുന്നുണ്ട്. എന്താ ഇതിന്റെ കാരണം? എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യം മാത്രമാണ്, യേശുവിൻ്റെ കാര്യമല്ല. അവിടെയാണ് പ്രശ്നം. ഞാനും നിങ്ങളുമൊക്കെ അന്വേഷിക്കുന്നത് നമ്മുടെ കാര്യം, നമ്മുടെ ഭൗതിക ജീവിതത്തിലെ നേട്ടങ്ങളെക്കുറിച്ച്, ആവശ്യങ്ങളെക്കുറിച്ചാണ്. അത് വേണ്ടെന്നല്ല ബ്രദർ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. പക്ഷെ അതോടൊപ്പം യേശുവിൻ്റെ കാര്യവും നമ്മൾ അന്വേഷിക്കണം. ഹല്ലേലൂയ! വചനം പറയുന്നുണ്ട്, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്നു. ഹെബ്രായർ 11:6.
തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്നു. സങ്കീർത്തകൻ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് കർത്താവ് നോക്കുന്നു, തന്നെ അന്വേഷിക്കുന്ന വിവേകികളുണ്ടോ എന്ന് ദൈവം ആരായുന്നു. കരമുയർത്തി പറഞ്ഞാൽ ഒരു ഹല്ലേലൂയാ, കരം വീശി പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ഭൗതിക ജീവിതത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സമീപിക്കുമ്പോഴും നമ്മൾ ആമുഖമായി നമ്മൾ പ്രാർത്ഥിച്ചുവല്ലോ, നമ്മുടെ കഷ്ടപ്പാടും ക്ലേശങ്ങളും വേദനകളൊക്കെ ഏറ്റെടുക്കുന്ന ദൈവമാ, മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല. പക്ഷെ അതിൽ മാത്രം നിൽക്കാതെ, അതിൽ മാത്രം നമ്മൾ പ്രത്യാശ വെക്കാതെ, ഇത്തരം കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തെ, യേശുവിനെ സ്വന്തം നാഥനും രക്ഷകനുമായി സ്വീകരിക്കാൻ തക്കവണ്ണം നമ്മുടെ വിശ്വാസം വളരണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നിർഭാഗ്യവാന്മാരായി മാറരുത്. വചനം പറയുന്നില്ലേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ നിർഭാഗ്യവാന്മാരാണ്. യേശുവിനെ അറിഞ്ഞിട്ടും യേശു നൽകുന്ന രക്ഷയെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടും ബോധ്യമായിട്ടും പിന്നെയും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നിർഭാഗ്യവാന്മാരുടെ ഗണത്തിലേക്ക് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ പറയാവോ? ഉറക്കെ പറയാവോ? അങ്ങനെ നിർഭാഗ്യവാന്മാരായി മാറേണ്ടവരല്ല ഞാനും നിങ്ങളും. ഈ രക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നാം. കർത്താവ് പറയുന്നില്ലേ, അശ്വരമായ അപ്പത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കാതെ ഞാൻ നിങ്ങൾക്കായി തരുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി ഞാനും നിങ്ങളും അധ്വാനിക്കുന്നവരായി മാറണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ നമ്മുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവിനെ തേടുന്ന വ്യക്തികളായി നമ്മൾ മാറരുത്. അതോടൊപ്പം ദൈവം എനിക്കായി ഒരുക്കിയിരിക്കുന്ന ആ മഹത്തായ രക്ഷയെ മുൻകണ്ടുകൊണ്ട് ജീവിക്കുന്നവനായി ഞാൻ നിങ്ങൾ മാറണം. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിലേറിയവന്റെ മുൻപില് അനുസരണയോടെ ജീവിക്കാൻ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ളി ചോരയും ഈ ഭൂമിയിൽ ഒഴുക്കിയ ക്രിസ്തുവിന് വേണ്ടി എന്നെ തന്നെ പരിപൂർണമായി സമർപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, അവൻ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചത് കുർബാനയായി മാറാനാണ്. അവൻ അവസാനം അവന്റെ തുള്ളി ചോരയും അവൻ ഈ ഭൂമിയിലേക്ക് ഒഴുക്കിയത് അവൻ കുർബാനയായി മാറാനാണ്. എന്തിന്? അവൻ അപ്പമായി മാറിയത് നമ്മോടൊപ്പമായി ജീവിക്കാനാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, നശ്വരമായ അപ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കാതെ ഞാൻ തരുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം. ഇവിടെ ഒരു പരിപൂർണമായ രക്ഷ ക്രിസ്തുവിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യത്തിലേക്ക് എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം വളരണം. നമ്മൾ ഈ സ്വന്തം കാര്യം അന്വേഷിക്കുന്ന വിശ്വാസത്തിൽ മാത്രം നിൽക്കാതെ, നമ്മുടെ ചില ഭൗതിക നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പണയപ്പെടുത്താതെ, എൻ്റെ നാഥനും എൻ്റെ രക്ഷകനുമായ യേശുവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ കർത്താവേ. ഞാൻ തളരുമ്പോഴും, ഞാൻ മുറിവേറ്റ് വീഴുമ്പോഴും, ഞാൻ ഒറ്റപ്പെടുമ്പോഴും, അവഗണിക്കപ്പെടുമ്പോഴും എനിക്കായി കാൽവരി കുരിശിൽ മരിച്ച എൻ്റെ ഒരു ദൈവമുണ്ട്. ബലഹീനതകളാൽ ഞാൻ പാപത്തിൽ വീണുപോയാൽ ആ പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ എനിക്കൊരു ദൈവമുണ്ട് എന്നുള്ള വലിയ തിരിച്ചറിവിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് നമ്മുടെ വിശ്വാസം വലിയ ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച നിർഭാഗ്യവാന്മാരായ മക്കളായി പലപ്പോഴും മാറും. അങ്ങനെ മാറരുത് എന്ന് ദൈവം എന്നെയും നിങ്ങളെയും നോക്കി ആഗ്രഹിക്കുന്നു, ഒത്തിരി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കായി നൽകിയ ഈ രക്ഷയെ കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള വലിയ വിശ്വാസത്തിലേക്ക് നമ്മൾ വളരണം. വചനം പറയുകയാണ്, നമ്മെ പൂർണ്ണമായി രക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. എബ്രായ ലേഖനം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ തിരുവചനത്തിൽ പറയാണ്, തന്നിലൂടെ തന്നെ സമീപിക്കുന്നവർക്ക് പൂർണ്ണമായി നമ്മെ തന്നെ വീണ്ടെടുക്കാൻ കർത്താവിന് കഴിയും. 7-ാം അധ്യായം എബ്രായ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 25-ന്റെ തിരുവചനം, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ
യേശുവിന് കഴിവുണ്ട്. ഹല്ലേലൂയ. ഭാഗികമായി രക്ഷിക്കാനല്ല, കുറച്ച് നേരത്തേക്കുള്ള ഒരു രക്ഷയല്ല, നീ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ മാത്രം നൽകുന്ന രക്ഷയല്ല, പരിപൂർണമായി നിന്നെ രക്ഷിക്കാൻ യേശുവിന് മാത്രമേ സാധിക്കൂ എന്നുള്ള ഒരു വലിയ ബോധ്യം പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉരുത്തിരിയണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, യേശു ക്രിസ്തുവിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവനിലൂടെയാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും കടന്നു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കൊളോസ്യർ ലേഖനം 1:14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. അവിടെ ആ വചനഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അതായത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ഇടപെടാൻ, ആ ഇടപെട്ടുകൊണ്ട് നമുക്ക് രക്ഷ നൽകാൻ, നമുക്ക് ശാന്തി സമാധാനം നൽകാൻ, സൗഖ്യം നൽകാൻ യേശുവിന് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറയട്ടെ, ഉറക്കെ പറയട്ടെ, അഭിഷേകത്തോടെ പറയട്ടെ. ഉണ്ടോ? ഈ ഒരു വചനഭാഗം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായോളോ? കൊളോസ്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം, യേശു ക്രിസ്തുവിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. സമസ്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യേശു ക്രിസ്തുവിൽ എല്ലാം സ്ഥിതി ചെയ്യുന്നു. നീ എന്ത് കാര്യത്തിന് കർത്താവിനെ സമീപിച്ചോ അവിടെയെല്ലാം നിനക്ക് സമാധാനവും രക്ഷയും നൽകാൻ നിന്റെ കർത്താവിന് മാത്രമേ സാധിക്കുള്ളൂ. ആ ഒരു ബോധ്യത്തിലേക്ക് പ്രിയപ്പെട്ടവർ, എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം വളർന്നാൽ മാത്രമേ സമസ്ത മേഖലയിലൂടെ രക്ഷ പ്രദാനം ചെയ്യുന്ന കർത്താവിനെ ഈ ജീവിച്ചിരിക്കുന്ന ഈ നാളുകളിൽ അനുഭവിക്കാനും ദൈവം നൽകിയ മഹത്തായ രക്ഷ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് യേശു ക്രിസ്തു സമസ്തവും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്? കർത്താവ് പാപങ്ങൾ ഏറ്റെടുക്കാനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് വചനം പറയുന്നുണ്ട്. ഇവിടെ പറയാണ്, ഒരു തളർവാദ രോഗിയെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക. പക്ഷേ യേശു ചെയ്യുന്നത് എന്താ? ഈ തളർവാദ രോഗിയുടെ രോഗം മാറ്റുകയല്ല ചെയ്തത്. ആ തളർവാദ രോഗിയോട് പറയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ലൂക്ക 5:20. ഹല്ലേലൂയ. ഈ തളർവാദ രോഗിയെ കൊണ്ടുവരുമ്പോൾ യേശു പറയാണ്, ആ തളർവാദ രോഗിയെ നിന്റെ രോഗം മാറി എന്നല്ല പറയുന്നത്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഒരുപക്ഷെ കർത്താവ് അവനെ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടാവും, ആ മകന്റെ പാപങ്ങളാകാം അവന്റെ രോഗത്തിന് കാരണം. ഞാൻ ഇവന്റെ പാപങ്ങൾ മാറ്റുന്നതിലൂടെ രക്ഷയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മോനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. സ്നാപയോഹം പറയുന്നില്ലേ, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്താ പറയാൻ കാരണം? കർത്താവ് അന്വേഷിച്ചു വന്നത് നീതിമാന്മാരെ തേടിയല്ല പ്രിയപ്പെട്ടവരെ, പാപികളായ നമ്മൾ ഓരോരുത്തരെയും തേടിയാണ് യേശുനാഥൻ ഭൂമിയിലേക്ക് കടന്നു വന്നതെന്നുള്ള ഒരു വലിയ സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. നമ്മളെ ഓരോരുത്തരെയും പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗത്തിന്റെ പദ്ധതിയായ ആ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ എപ്രകാരമാണ് ദൈവം നമുക്ക് രക്ഷ നൽകുന്നത്. ആ രക്ഷയ്ക്കായി ഞാനും നിങ്ങളും എന്തു ചെയ്യണം, എപ്രകാരമാണ് ദൈവം നമ്മെ വീണ്ടെടുക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നാം യേശുവിൽ വിശ്വസിക്കുന്നവരായി നമ്മൾ മാറണം. യോഹന്നാന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ വളരെ മനോഹരമായി അവിടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പക്ഷെ അതിനെന്ത് ചെയ്യണം? നമ്മുടെ പാപങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയണം. നാം വിശ്വാസത്തോടെ യേശുവിനെ സമീപിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട വലിയൊരു തിരിച്ചറിവത, യേശു നൽകുന്ന രക്ഷ എൻ്റെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ, യേശു ലഭിക്കുന്ന രക്ഷ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ പാപിയാണെന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവുകയും
ആ തിരിച്ചറിവിനെ തുടർന്ന് ആ പാപങ്ങൾ കണ്ണുനീരോടെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുകയും വേണം. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ മനോഹരമായ ഒരു രംഗമുണ്ട്. രണ്ടുപേര് പ്രാർത്ഥിക്കാനായി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. ഒന്ന് ചുങ്കക്കാരനും മറ്റൊന്ന് ഫരിസേയനും. ഫരിസേയൻ കർത്താവിന്റെ സന്നിധിയിൽ ഒത്തിരിയേറെ കണക്കുകൾ പറയാണ്. ഞാൻ ദശാംശം കൊടുക്കുന്നില്ലേ, ഞാൻ എൻ്റെ കുടുംബത്തെ പോറ്റുന്നില്ലേ, ഞാൻ എൻ്റെ മക്കളെ പരിപാലിക്കുന്നില്ലേ, ഞാൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ ഓരോന്നായി കണക്കുകൾ പറയാ. അപ്പോഴതാ ചുങ്കക്കാരന് ബോധ്യമുണ്ട് ഞാൻ എവിടേക്കാണ് വന്നിരിക്കുന്നത് എന്ന്, ഞാൻ ആരുടെ മുൻപിലാണ് നിൽക്കുന്നതെന്ന് വ്യക്തമായ ബോധ്യം ചുങ്കക്കാരനുണ്ട്. അതുകൊണ്ട് ചുങ്കക്കാരൻ മാറത്തടിച്ച് നിലവിളിച്ചു പറഞ്ഞു, കർത്താവായ യേശുവേ, പാപിയായ എൻ്റെ മേൽ കനിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനോഹരമായി നാം എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് തിരുവചനം നമ്മെ പഠിപ്പിച്ച മനോഹരമായ ഒരു രംഗമാണ്. ഇന്ന് നാം പ്രാർത്ഥിക്കാനായിട്ട് അതിരം തുറക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എണ്ണി നാം കർത്താവിനോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഓർക്കേണ്ടതായ ഒരു വലിയ സത്യമുണ്ട്. അതിനെല്ലാം മുൻപ് നിന്റെ പാപങ്ങൾ വീണ്ടെടുക്കുന്നവനായ കർത്താവിന്റെ സന്നിധിയില് ഞാനും നിങ്ങളും പാപങ്ങൾ ഏറ്റുപറയാനായിട്ട് നമ്മുടെ അധരങ്ങൾ തുറക്കണം. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യം ഈ ചുങ്കക്കാരനുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം ഏതാ, ഞാൻ ആരുടെ മുൻപിലാണ് വന്നു നിൽക്കുന്നത് എന്ന് വ്യക്തമായ ബോധ്യവും തിരിച്ചറിവും ഉണ്ടായപ്പോൾ ആ ഫരിസേയനെ പോലെ താൻ ദൈവത്തിന്റെ മുൻപിലെ കണക്കുകൾ പറയാൻ അവൻ തയ്യാറായില്ല. ഫരിസേയൻ പറഞ്ഞു, ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ എൻ്റെ മക്കളെ പോറ്റുന്നു, ഞാൻ നീ പറഞ്ഞതുപോലെ ശരിയായി എൻ്റെ കുടുംബം നോക്കുന്നു, നിന്റെ നിയമങ്ങൾ പാലിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മറുവശത്ത് ചുങ്കക്കാരൻ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ലിഖിതം അവിടെ സാക്ഷ്യപ്പെടുത്തുന്നു, ആ ചുങ്കക്കാരൻ നീതിമാനായി ദൈവസന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോയി. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നീതിമാനായി മടങ്ങിപ്പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനും നിങ്ങളും എന്തു ചെയ്യണം? നമ്മുടെ പാപങ്ങളും അപരാധങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ കുറ്റങ്ങളും കുറവുകളും കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയാനായി നമ്മുടെ അധരങ്ങൾ തുറക്കണം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞൻ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, കർത്താവ് ഇത്ര വിലയേറിയ ഒരു രക്ഷ നമുക്ക് പ്രദാനം ചെയ്തപ്പോൾ പത്രോസ്ലീഹ പറയുന്നുണ്ട്, കർത്താവിന്റെ അരുമശിഷ്യൻ. നമ്മൾ ഈ ക്ലാസിന്റെ തുടക്കത്തില് മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് മീഴെ യേശുവിന്റെ നാമത്തിനല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് പറഞ്ഞ പത്രോസ്ലീഹ താൻ എഴുതപ്പെട്ട ലേഖനത്തില് ആ പത്രോസ്ലീഹ പറയുന്നുണ്ട്, ഒന്ന് പത്രോസിന്റെ ലേഖനത്തില്, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. ആരുടെ പാപങ്ങൾ? നമ്മുടെ പാപങ്ങൾ. കണ്ടോ, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിൽ മരിച്ചു നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. കരമുയർത്തി പറഞ്ഞേൻ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവൻ നമുക്കായി കുരിശിൽ സ്വന്തം ജീവൻ തന്നെ ബലിയായി സമർപ്പിച്ചത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാനാ, നമ്മളെ രക്ഷയിലേക്ക് നയിക്കാനാ. നീ വിശ്വാസത്തിൽ കർത്താവിനെ സമീപിക്കുമ്പോൾ, ആ വിശ്വാസത്തോടെ രക്ഷകനും നാഥനുമായി കർത്താവിനെ സ്വീകരിക്കുമ്പോൾ ഈ രക്ഷയിലേക്ക് ഞാനും നിങ്ങളും നടക്കണം. നമ്മുടെ വിശ്വാസം ആ ഒരു ഔന്നത്യത്തിലേക്ക് വളരണം പ്രിയപ്പെട്ടവരെ. അല്ലാതെ നേരത്തെ നമ്മൾ പങ്കുവച്ചതുപോലെ ഞാനും നിങ്ങളും ഈ ജീവിതത്തിന് വേണ്ടി മാത്രം
ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച നിർഭാഗ്യവാന്മാരായ മക്കളായി ദൈവസന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോകാതെ ചുങ്കക്കാരനെ പോലെ നീതിമാനായി മടങ്ങിപ്പോകണമെന്ന് യേശു നമ്മളെ ഓരോരുത്തരെയും നോക്കി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നിർഭാഗ്യവാന്മാരായി മാറണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മളെ രക്ഷിച്ചെടുക്കാൻ, നമ്മളെ വീണ്ടെടുക്കാൻ ആണ് കർത്താവ്. അതല്ല വചനം പറയുന്നത്, മാർക്കോസിന്റെ സുവിശേഷം 2:17, നീതിമാന്മാരെ തേടിയല്ല നിന്റെ ദൈവം വന്നത്, പിന്നെയോ പാപികളെ തേടിയാണ് അവൻ വന്നത്. യോഹന്നാൻ 3:17 പറയുന്നത് തന്നെയാ. ഈ സത്യം തിരിച്ചറിഞ്ഞ് യേശുവിൽ വിശ്വസിക്കാനായിട്ടും ആ വിശ്വാസത്തിൽ നിലനിൽക്കാനായിട്ടും അങ്ങനെ രക്ഷകനും നാഥനുമായ യേശുവിനെ സ്വന്തമാക്കാനുമായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, സമസ്തവും സ്ഥിതി ചെയ്യുന്ന യേശു നൽകുന്ന ഒരു രക്ഷ നമ്മൾ തിരിച്ചറിഞ്ഞു. എന്താണ്? നമ്മുടെ പാപങ്ങൾ യേശു ഏറ്റെടുക്കുന്നു. അത് യേശുവിൽ മാത്രം നിലകൊള്ളുന്ന ഒരു രക്ഷയാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിലേറി നാം ബലഹീനരായിരിക്കെ നമ്മുടെ നിർണയിക്കപ്പെട്ട സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ ദൈവം നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കി എന്ന് തിരുവചനത്തിലൂടെ നമ്മൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദൈവം നൽകുന്ന ഈ മഹത്തായ രക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തെ രക്ഷകന്റെ നാഥനുമായി സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. രണ്ടാമത് കർത്താവ് നൽകുന്ന രക്ഷ എന്താണ്? യേശു ക്രിസ്തു നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്യുന്നു. കണ്ടോ? മത്തായി 8:17 രോഗങ്ങൾ വഹിക്കുകയും ചെയ്യുന്നു. ഇവിടുന്ന് പറയാണ് മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തില് മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിന്റെ 25 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ നമ്മളൊന്ന് വായിക്കുകയാണ്. മനോഹരമായി അവിടെ എഴുതി വെച്ചിരിക്കുന്നു. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ഗലീലി കടലിന്റെ തീരത്ത് വന്നൊരു മലയിൽ കയറി അവിടെ ഇരുന്നു. തത്സമയം അന്ധർ, ഊമർ തുടങ്ങി പലരും കൂട്ടിക്കൊണ്ടുവന്ന് വലിയ ജനക്കൂട്ടങ്ങൾ അവിടെ വന്ന് അവരവന്റെ കാൽക്കൽ കിടത്തി അവരെ അവൻ സുഖപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ മുൻപില് സൗഖ്യമുണ്ട്. അവൻ സൗഖ്യദായകനായ ദൈവമാ. ഊമർ സംസാരിക്കുന്നതും വികാലങ്കർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ വിരൽ തുമ്പിൽ പ്രിയപ്പെട്ടവരെ സൗഖ്യമുണ്ട്. അവന്റെ വിരൽ തുമ്പിൽ സൗഖ്യമുണ്ട്. മത്തായി 8:16 അതാണ് പറയുന്നത്. യേശു ക്രിസ്തു നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ലൂക്കാ 6:19 അവിടെ നമ്മൾ കാണുന്നുണ്ട്. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവിടെ കൂടിയിരുന്ന അനേകരിലേക്ക് അത് പ്രവഹിക്കുകയും അവിടെയുള്ള എല്ലാവരും സുഖം പ്രാപിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഇപ്പൊ നാം മനസ്സിലാക്കുന്നു, സമസ്തവും ചെയ്യുന്ന കർത്താവില് എന്ത് സംഭവിക്കുന്നു? നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുക മാത്രമല്ല, പാപം വീണ്ടെടുത്ത് രക്ഷയിലേക്ക് നയിക്കുക മാത്രമല്ല, നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ രോഗപീഠകളും വേദനകളും സൗഖ്യമാക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. സുവിശേഷത്തിൽ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം പിടിച്ചു വാങ്ങിയ ഒരു സഹോദരിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ട. അനുഗ്രഹം പിടിച്ചു വാങ്ങിയ ഒരു സഹോദരി ആരാ? കർത്താവിനെ കാണാൻ ഒത്തിരി ആഗ്രഹിച്ചു. അനേക സ്ഥലങ്ങളിൽ പോയി ചികിത്സിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാ. അപ്പോൾ കാണുകയാണ്, കേൾക്കുകയാണ്, ഇങ്ങനെ ഒരു ദൈവം, ഒരു പ്രവാചകൻ അനേകരെ സുഖപ്പെടുത്തി നടക്കുന്നു എന്ന്. അപ്പോൾ കർത്താവിന്റെ ചുറ്റും വലിയ പുരുഷാരാ. ദൈവത്തെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. ആ മകള് ഹൃദയത്തിൽ ഇങ്ങനെ വിചാരിച്ചു. എന്താ വിചാരിച്ചെന്നറിയാമോ? കർത്താവിന്റെ ഉടുപ്പിലൊന്ന് തൊട്ടാൽ മതി, എന്റെ രോഗം സുഖം പ്രാപിക്കും. ഹല്ലേലൂയ. നമ്മുടെ സുവിശേഷത്തിൽ വായിക്കുന്നില്ലേ, അനുഗ്രഹം പിടിച്ചു വാങ്ങിയ മകളാ. കണ്ടോ? അവിടെ കർത്താവ് ആ മകളോട് പറയുന്നൊരു മനോഹരമായ വചനമുണ്ട്. മോളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ.
എന്റെയും നിങ്ങളുടെ വിശ്വാസമാണ് ഈ രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും സൗഖ്യം ലഭിക്കുകയും സൗഖ്യമായവനെ, ആ സൗഖ്യം നൽകുന്നവന്റെ രക്ഷ, ആ സൗഖ്യം നൽകുന്ന നമുക്കായി നൽകുന്ന രക്ഷയെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയുകയും ചെയ്യുക. ഹല്ലേലൂയ. ഇവിടെ ആ മകൾക്ക്, മകളെ നിന്റെ രോഗം സുഖപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം യേശു കർത്താവ് മകളോട് പറഞ്ഞത്, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നിന്റെ രോഗം മാറുക മാത്രമല്ല, ആ രോഗം മാറ്റിയവൻ നൽകുന്ന രക്ഷയിലേക്ക് ഇതാ നീ കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗപീഠകളിൽ സൗഖ്യം ലഭിക്കുമ്പോൾ, ആ സൗഖ്യം ലഭിക്കുമ്പോൾ അവിടെ നിൽക്കുന്നതല്ല ദൈവം നൽകുന്ന രക്ഷ. എനിക്ക് സൗഖ്യം നൽകിയ കർത്താവ് സൗഖ്യം നൽകുക മാത്രമല്ല ചെയ്യുന്നത്, അതിലൂടെ എന്നെ മഹത്തായ രക്ഷയിലേക്കും കൂടി കൈപിടിച്ച് നടത്തുന്നു എന്നുള്ള വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായിട്ട് കർത്താവ് നൽകുന്ന രക്ഷ എന്താണ്? പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് കർത്താവ് മോചിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ തിരുവചനത്തിൽ പറയാണ്. എന്താ പറയുന്നത് അവിടെ? 17-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ, യേശു പിശാച് ബാധിച്ചവനെ ശാസിച്ചു, പിശാച് അവന് വിട്ടുപോയി, തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. കണ്ടോ, പല രോഗങ്ങളുടെയും പിന്നിലുള്ള ഒരു വലിയ കാരണം ഇതുപോലെയുള്ള പൈശാചികമായ തിന്മകളുടെ ഇടപെടല. കണ്ടോ, ആ പിശാച് ബാധിച്ച ബാലനെ യേശു ശാസിച്ചപ്പോൾ പിശാച് തൽക്ഷണം വിട്ടുപോയി, ആ ബാലൻ സുഖം പ്രാപിച്ചു. നമ്മുടെ ബന്ധനങ്ങളുടെ കെട്ടുകൾ അഴിച്ച് നമ്മെ സ്വതന്ത്രരാക്കാനായിട്ട് കർത്താവിന് മാത്രമേ കഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ സത്യം തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കണം. പൈശാചികമായ തിന്മകളിൽ നിന്ന് കർത്താവ് നമ്മളെ മോചിപ്പിക്കുന്നു. വചനം പറയാണ്, മത്തായിയുടെ സുവിശേഷം 8:16, അനേക പിശാചുബാധിതരെ ബന്ധനത്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ധ്യാന കേന്ദ്രത്തിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥനയും കർത്താവിന്റെ സന്നിധിയിൽ, കർത്താവേ, നാളുകളായി എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗപീഠകൾക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക തിന്മകൾ ഉണ്ടെങ്കിൽ നിനക്ക് മാത്രമേ ആ തിന്മയെ വിടുവിക്കാൻ, ആ ബന്ധനത്തിൽ നിന്ന് മോചനം നൽകാൻ, ആ ബന്ധനത്തിന്റെ കെട്ടുകൾ അഴിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഒന്ന്, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന കർത്താവ്. 2, നമ്മളെ രോഗങ്ങൾ സൗഖ്യം നൽകുന്ന ദൈവം. 3, നമ്മൾ തിരിച്ചറിഞ്ഞു പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ മോചിപ്പിക്കുന്നു. അതാണ് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞത്. നമ്മൾ എന്താ പറയാ, സ്വന്തം കാര്യം മാത്രം അന്വേഷിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. കർത്താവ് നൽകുന്ന രക്ഷയുടെ പിന്നിൽ വലിയ ഒരു സത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ സത്യം എന്താണ്? നീ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിലെ സൗഖ്യവും സമാധാനവും സന്തോഷവും ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അതുകൊണ്ടാണ് ഞാനും നിങ്ങളും വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, നമ്മൾ ഒരിക്കലും കർത്താവിന്റെ സന്നിധിയിൽ നിർഭാഗ്യവാന്മാരായ മക്കളായി നമ്മൾ മാറരുത്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന മക്കളായി നമ്മൾ മാറരുത്. രോഗം മാറാൻ, ബിസിനസ് വളരാൻ, കടബാധ്യത മാറാൻ, മക്കൾക്ക് ഉയർന്ന വരുമാനമുണ്ടാകാൻ, ജോലി സാധ്യതകളുണ്ടാകാൻ, അതിനുവേണ്ടി മാത്രം ക്രിസ്തുവിനെ സമീപിക്കുന്നവരായി അതിനപ്പുറത്ത് അത് ചെയ്തു തരാൻ കഴിവുള്ള ദൈവമാ നമ്മുടെ ദൈവം. കർത്താവ് പറഞ്ഞില്ലേ, ഒരു വിധത്തിലും ഞാൻ നിന്നെ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും, എന്താവശ്യത്തിന് വന്നോട്ടെ അവൻ, ഏത് കാര്യത്തിന് വന്നോട്ടെ അവൻ, എന്ത് കാര്യം അവൻ ഉണ്ടായിക്കോട്ടെ, കർത്താവ് പറയാണ്, ഒരു നാളും അവനെ ഞാൻ തള്ളിക്കളയില്ല. ഹല്ലേലൂയ. അങ്ങനെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കാത്തൊരു ദൈവം. ഞാനും നിങ്ങളും ഈ ലോകം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും പെട്ട്
കഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ദൈവം, ഞാനും നിങ്ങളുമൊക്കെ രോഗപീഠകളിൽ വലഞ്ഞ് കണ്ണുനീരോടെ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ദൈവം. പ്രിയപ്പെട്ട നമ്മള് പൈശാചിക തിന്മകളാൽ അകപ്പെട്ട് ദൈവത്തിന്റെ രക്ഷയിലേക്ക് നടക്കാൻ തടസ്സമുണ്ടാകാതിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പിശാചിനെ ബന്ധിച്ച് നമ്മളെ സൗഖ്യമാക്കാൻ ദൈവം ഏതു നിമിഷവും തയ്യാറാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ചില രോഗങ്ങൾ വിട്ടുമാറാത്തതിന്റെ കാരണം ഇതാവാം, ചില കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ മാറാത്തതിന്റെ കാരണം ഇതാവാം, ചില മേഖലകളിൽ വളർച്ച ഉണ്ടാകാത്തതിന്റെ കാരണം ഇതാകാം. ആ കാരണങ്ങൾ മുഴുവൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഗലാത്യലേഖനം 4:6 പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലെത്രയോ ഉപരിയായി ദൈവം നിങ്ങളെ അറിയുന്നു. ഒരു ഹല്ലേലൂയ പറയാവോ? കണ്ടോ, എൻ്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങളും മനോവികാരങ്ങളും വേദനകളും നമ്മുടെ ചിന്തകളും ആകുലതകളും എല്ലാം അറിയുന്ന ഒരു ദൈവമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലെത്രയോ ഉപരിയായി ദൈവം എന്നെയും നിങ്ങളെയും അറിയുന്നു. ഒരു ഹല്ലേലൂയ പറയട്ടെ, അഭിഷേകത്തോടെ പറയട്ടെ, കരങ്ങൾ വീശി പറയട്ടെ. അപ്പൊ നമ്മളൊരു വലിയ സത്യം മനസ്സിലാക്കണം. എന്താണ് സത്യം? എന്നെ മനസ്സിലാക്കിയ ദൈവമാണ് എൻ്റെ ദൈവം. ഈ ഒരു ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ കർത്താവിൻ്റെ മഹത്തായ ആ രക്ഷയിലേക്ക് നമ്മെ നയിക്കുക. എന്നെ മനസ്സിലാക്കിയ ഒരു ദൈവം, എൻ്റെ അയോഗ്യതകളെ, എൻ്റെ കുറവുകളെ, എൻ്റെ പോരായ്മകളെ എല്ലാം മനസ്സിലാക്കുന്ന ഒരു ദൈവം, അതിന് ഉത്തരം നൽകുന്ന ദൈവം, അതിന് പ്രശ്നപരിഹാരം നൽകുന്ന ഒരു ദൈവം, അത് പരിപൂർണമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും രക്ഷകനും നാഥനുമായി സ്വീകരിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ നിന്റെ ദൈവത്തിന് കഴിവുണ്ട്, യേശുവിന് കഴിവുണ്ട്. പക്ഷെ നീ സമീപിക്കണം. നീ സമീപിക്കണം. നമ്മൾ നേരത്തെ ഫിലിപ്പി ലേഖനത്തിൽ വായിച്ചതുപോലെ സ്വന്തം കാര്യം അന്വേഷിക്കുന്നവരായി മാറാതെ യേശുവിനെ അന്വേഷിക്കുന്നവരായി മാറണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് തക്ക പ്രതിഫലം കർത്താവ് നൽകുമെന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. തക്ക പ്രതിഫലം. ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തിന്റെ പദ്ധതികൾ ആരായണം, ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കണം. ദൈവം എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് നമ്മൾ കേട്ടു. ദൈവം എങ്ങനെയാണ് നമുക്ക് രക്ഷ നൽകുന്നത് നമ്മൾ മനസ്സിലായി. ഇനി നാം ചെയ്യേണ്ടത് ആ രക്ഷയ്ക്കായി ഞാനും നിങ്ങളും ഒരുങ്ങുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? നമ്മൾ വായിച്ചു ഒന്ന് യോഹന്നാൻ 1:7 തിരുവചനം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാൻ നാം തയ്യാറാണെങ്കിൽ അവൻ വിശ്വസ്തനാകയാൽ ആ പാപങ്ങളിൽ നമ്മെ മോചിപ്പിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ പറയാവോ? കണ്ടോ, അതിന് നമ്മൾ ഏറ്റുപറയണം. കർത്താവേ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എനിക്ക് പറ്റിപ്പോയി. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞാൻ പാപികളിൽ ഒന്നാമനാ. പാപത്തിന്റെ കാര്യം പോലും വിട്ടുകൊടുക്കാൻ പൗലോസ്ലീഹ തയ്യാറായില്ലേ? ഞാൻ പാപികളിൽ ഒന്നാമനാ. കർത്താവിനെ കൂടുതൽ 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 മനസ്സിലാക്കിയപ്പോൾ, കൂടുതൽ തിരിച്ചറിഞ്ഞപ്പോൾ, വിശ്വാസം ആളിക്കത്തി കർത്താവ് നൽകുന്ന മഹത്തായ രക്ഷയെക്കുറിച്ച് ഉത്തമ ബോധ്യം വന്നപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. ഞാൻ ശരീരത്തോടു കൂടെ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറഞ്ഞതിൻ്റെ കാരണം അതാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവം നൽകുന്ന ഈ രക്ഷയെ മുൻകണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. നമ്മൾ കണ്ടു, യേശു നമുക്ക് പാപമോചനം നൽകുന്നു, സൗഖ്യം നൽകുന്നു, പിശാചിന്റെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നു. അത് 3 നൽകി കഴിയുമ്പോഴാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിനക്ക് സമാധാനം നൽകുന്നു. എന്ന് നൽകുന്നു? സമാധാനം നൽകുന്നു. കണ്ടോ, യേശു ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. കോടിക്കണക്കിന് രൂപ സ്വത്തുള്ള ആളുകൾ ഞങ്ങളുടെ മുമ്പിലിരുന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ, ഒരു സമാധാനമില്ലേ? സമാധാനം കിട്ടണമെങ്കിൽ എവിടെ പോണം? യേശുവിന്റെ അടുക്കിലേക്ക് പോകണം. ഹല്ലേലൂയ പറഞ്ഞേ.
ആ സമാധാനം കിട്ടണമെങ്കിൽ എങ്ങോട്ട് പോകണം? യേശുവിന്റെ അരികിലേക്ക് പോകണം. യേശുവിനെ അന്വേഷിച്ച് പോകണം. അവനിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ സമാധാനമുള്ളൂ. വചനം പറയുന്നില്ലേ, നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. നിന്റെ അപേക്ഷകളും യാചനകളും കൃതജ്ഞതാ സ്തോത്രങ്ങളും പ്രാർത്ഥനകളും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവിൻ. അപ്പോൾ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം യേശുക്രിസ്തുവിൽ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ പല ധാരണകൾ വെച്ചിട്ടാ കർത്താവിനെ സമീപിക്കുന്നത്. നമ്മൾ പല ധാരണകൾ വെച്ചിട്ടാ പ്രാർത്ഥനയ്ക്ക് പോകുന്നു. കർത്താവ് പറയും, നീ ഒന്നിനെ കുറിച്ചും ആകുലനാകണ്ട. നിന്റെ പാപങ്ങൾ മോചിക്കുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ടല്ലോ. നിന്റെ രോഗങ്ങൾ സൗഖ്യമാക്കുന്ന ദൈവം നിന്നോടൊപ്പമുണ്ടല്ലോ. പിശാചിന്റെ തിന്മയിൽ നിന്ന് മോചനം നൽകുന്ന, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകുന്ന ദൈവം നിന്നോടൊപ്പമുണ്ടല്ലോ. നമ്മുടെ വിശ്വാസം പ്രിയപ്പെട്ടവരെ ചെന്നെത്തേണ്ടത് ഈ ഒരു വലിയ തിരിച്ചറിവിലേക്കാണ്. അപ്പോഴാണ് ദൈവം നൽകുന്ന ആ രക്ഷയെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അവൻ നൽകുന്ന ആശ്വാസവും സമാധാനവും ഒക്കെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ആ സമാധാനം അന്വേഷിച്ച് പോകേണ്ടത് ക്രിസ്തുവിനാണ്. ഇന്ന് പലരും പല സ്ഥലങ്ങളിലേക്കൊക്കെ സമാധാനം അന്വേഷിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നട്ടോട്ടാ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുൻപിലായിരിക്കുക. നിന്റെ തലയിലെ ഒരു തലമുടി നാര് പോലും കൊഴിയുന്നത് അറിയുന്ന നിന്റെ കർത്താവിന്റെ മുൻപിൽ നീ ആയിരിക്കുക. നിന്നെ കുറിച്ച് എല്ലാം അറിയുന്നുണ്ട്. നമ്മൾ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അങ്ങ് കാണുന്നുണ്ട് എല്ലാ കഷ്ടപ്പാടുകളും വേദനകളും ദുഃഖങ്ങളും എല്ലാം കർത്താവ് കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ഏറ്റെടുക്കുന്ന ഒരു ദൈവമാ ദൈവം. അപ്പൊ എൻ്റെ പാപങ്ങൾ, എൻ്റെ കഷ്ടപ്പാടും വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏറ്റെടുക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലേക്കാണല്ലോ ഞാൻ വന്നത്. പ്രിയപ്പെട്ട, അതാണ് ആ ഒരു വലിയ പ്രത്യാശയാണ് ദൈവത്തിൽ ആശ്രയിക്കാൻ, ദൈവത്തെ കൂട്ടുപിടിക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നത്. എൻ്റെ കഷ്ടപ്പാടുകളും വേദനകളൊക്കെ ഏറ്റെടുക്കുന്ന, അങ്ങനെ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാക്കി നമ്മളിലെ പൈശാചിക തിന്മകൾക്ക് വിടുതൽ നൽകി നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളാൽ പാപികളായ നമുക്ക് വേണ്ടി യേശുക്രിസ്തു കുരിശിൽ മരിച്ചു. പത്രോസ്ലിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പത്രോസ്ലിഹ പറഞ്ഞെങ്ങനെയാണ്, നമുക്ക് വേണ്ടി അവൻ കുരിശിൽ മരിച്ചു. കണ്ടോ, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. എന്തിനു വേണ്ടിയിട്ടാ? അത് നാം പാപത്തിൽ മരിച്ചു നീതിക്കായി ജീവിക്കേണ്ടതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്ന ആ കർത്താവിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ദൈവത്തെ സമീപിക്കുന്ന മക്കളായി നമ്മൾ മാറാൻ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുവിനെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തു നൽകുന്ന നിത്യരക്ഷ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. എബ്രായ ലേഖനം 5-9 തിരുവചനത്തില് അവിടെ പറയുകയാണ്, എന്താ പറയുന്നത്? 5-ാം അധ്യായം 9 പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. കണ്ടോ, എബ്രായ ലേഖനം 5-ാം അധ്യായം 9 തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം രക്ഷയുടെ ഉറവിടമായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ, യേശുവിനെ അനുസരിക്കുന്ന മക്കളായി നമ്മൾ മാറണം. എൻ്റെ അപ്പനെ അനുസരിക്കുന്ന മക്കളായി നമ്മൾ മാറണം. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച്, യേശുവിൻ്റെ വാഗ്ദാനങ്ങൾ അനുസരിച്ച്, യേശു നമ്മോട് നൽകിയ പ്രബോധനങ്ങൾ അനുസരിച്ച്, നാം നന്നായി ജീവിക്കാൻ യേശു നമ്മോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും പരിപൂർണതയിലേക്ക് നയിക്കുവാൻ യേശുവിന് സാധിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തില് പൗലോസ്ലീഹയും കൂട്ടരെയും തടവറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന തടവറ കാവൽക്കാരൻ
പൗലോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ കൈകളിൽ വിലങ്ങൊക്കെ അണിയിച്ച് പൗലോസിനെയും കൂട്ടരെയും ജയിലിലടച്ചു. എന്നിട്ട് രാത്രിയുടെ യാമങ്ങളിൽ അവർ സ്തുതിച്ച് പാടിയപ്പോൾ അവരുടെ കൈകളിലെ ചങ്ങലകളെല്ലാം പൊട്ടിച്ചിതറി. നമുക്കെല്ലാം അറിയാവുന്നതാ. അത് കണ്ട് അത്ഭുതപ്പെട്ട തടവറക്കാരൻ പൗലോസിനെയും കൂട്ടരെയും പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? എന്താ ചോദ്യം? രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം? പൗലോസിനോടും കൂട്ടരോടും ചോദിച്ചൊരു ചോദ്യമാ ആ തടവറക്കാരനായ കാവൽക്കാരൻ. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അപ്പൊ പൗലോസ്ലീഹ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കണ്ടോ? രക്ഷ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവം നൽകുക എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവരെ. അപ്പോ ദൈവത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ നിലനിൽക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ദൈവം നൽകിയ മഹത്തായ രക്ഷയെ കണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുക. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. നമ്മുടെ പാപങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ ഏറ്റുപറയാനായിട്ട് നമ്മൾ തയ്യാറാവണം. അവൻ വിശ്വസ്തനാകയാൽ അതെല്ലാം ക്ഷമിക്കുകയും നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരായി നമ്മൾ മാറണം. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ജീവിക്കുന്നൊരു ദൈവം എനിക്കായി കാൽവരി കുരിശിൽ 3 ആണിമേൽ തൂങ്ങപ്പെട്ട് അവസാനത്തുള്ളി ചോരയും ചിന്തി 3-ാം ദിവസം എനിക്ക് വേണ്ടി യുദ്ധിതനായ ദൈവം, എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച ദൈവം, എന്നെ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവം, എൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തിയ ദൈവം, എൻ്റെ ജീവിതത്തിന് സമാധാനവും ശാന്തിയും നൽകിയ ദൈവം, ആ ദൈവത്തെ ഞാൻ എൻ്റെ രക്ഷകനും നാഥനും ജീവദാതാവുമായി ഞാൻ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം, ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നൽകുന്ന മഹത്തായ രക്ഷയിലേക്ക് എന്നെ നിങ്ങളെ നയിക്കുക. അവൻ മരിച്ചത് എനിക്ക് വേണ്ടിയാ. അവൻ ഏറ്റെടുത്തത് എൻ്റെ പാപങ്ങളാ. അവൻ ചിന്തിയ രക്തം എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാ എന്ന ആ വലിയ തിരിച്ചറിവിൽ യേശുവിൽ വിശ്വസിക്കുന്നവരായി നമ്മൾ മാറുകയും യേശുവിൻ്റെ പ്രബോധനങ്ങൾ കേട്ട് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ തീർച്ചയായും ആ മഹത്തായ രക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാനായി എനിക്ക് നിങ്ങൾക്കും സാധിക്കും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞാൽ ഹല്ലേലൂയ. കരങ്ങൾ വീശി പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വന്തം കാര്യം അന്വേഷിക്കുന്നവരായി മാത്രം നമ്മൾ മാറാതെ യേശു നമുക്ക് പ്രദാനം ചെയ്ത ആ മഹത്തായ രക്ഷയെ അന്വേഷിക്കുന്ന വ്യക്തികളായി ഞാനും നിങ്ങളും രൂപാന്തരപ്പെടണം. നിർഭാഗ്യവാന്മാരായ മക്കളായി മാറാതെ കർത്താവ് നമുക്ക് പ്രദാനം ചെയ്ത ആ രക്ഷ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച് കണ്ണുനീരോടെ കർത്താവിന്റെ സന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മോടൊപ്പമാകാൻ അപ്പമായി തീർന്ന ആ ദൈവത്തോട് കൂടെ നിൽക്കുവാനായിട്ട് സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, അപ്പോഴാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ച് ഉയരുമ്പോഴാണ് ദൈവം പ്രദാനം ചെയ്ത രക്ഷ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇനി വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമ്മൾ അണയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത കർത്താവ് പറഞ്ഞ ഈ ഒരു തിരുവചനമാ. നിങ്ങൾ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ ഞാൻ നിങ്ങൾക്കായി നൽകുന്ന യേശു കർത്താവ് നമുക്കായി അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, അതിനുവേണ്ടി വിശ്വസ്തപൂർവം ജീവിതം നയിക്കുന്ന, അതിനുവേണ്ടി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജീവിതം പങ്കുവയ്ക്കുന്ന, അതിനുവേണ്ടി ദൈവത്തിന്റെ കൃപയെ ആശ്രയിച്ച് ജീവിക്കുന്ന മക്കളായി ഞാനും നിങ്ങൾ മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒപ്പമാകാൻ ആഗ്രഹിച്ചവൻ തീർച്ചയായും നമ്മോടൊപ്പമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ്റെ നാമം എപ്പോഴും ഏറ്റുപറയുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് നിന്റെ യാചനകളും അപേക്ഷകളും നിന്റെ ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും രോഗങ്ങളും എല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, പാപിയായ എൻ്റെ മേൽ കനിയണമേ എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മുടെ അധരങ്ങൾ ഉയരുമ്പോൾ അവൻ നീതിമാനും വിശ്വസ്തനുമാകയാൽ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയും നമ്മെ പാപങ്ങളിൽ നിന്ന് വിശുദ്ധീകരിച്ച് ദൈവം നമുക്കായി പ്രദാനം ചെയ്ത ആ രക്ഷയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിനായി വിശ്വാസപൂർവം ദൈവസന്നിധിയിൽ നമ്മൾ വ്യാപരിക്കുമ്പോഴാണ്, അതിനായി നമ്മുടെ വിശ്വാസം നമ്മൾ വിശ്വാസത്തിൽ വളരുമ്പോഴാണ് കർത്താവ് നൽകുന്ന ഈ മഹത്തായ രക്ഷയുടെ മൂല്യം തിരിച്ചറിഞ്ഞ് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. നാം കർത്താവിനെ സമീപിക്കുമ്പോൾ, കർത്താവേ, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മോചിക്കുന്ന ദൈവമാണല്ലോ അങ്ങ്, രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ദൈവമാണല്ലോ എന്ന്, അതിനേക്കാൾ എത്രയോ ഉപരിയായി എൻ്റെ ഓരോ പാപങ്ങളും ക്ഷമിച്ച് വിശദീകരിക്കുന്ന ഒരു ദൈവമാണല്ലോ എന്നുള്ള ആ വലിയ തിരിച്ചറിവിലെ കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കൂ. അതിനായി നമുക്ക് നാം വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേക്കണേ പ്രിയപ്പെട്ടവരെ. കർത്താവേ, നീ നൽകുന്ന മഹത്തായ രക്ഷയെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ എന്നെ നീ നവീകരിക്കണമേ കർത്താവേ. നീ നൽകുന്ന മഹത്തായ രക്ഷയെ എനിക്ക് അനുഭവിക്കാൻ എന്നിലെ പാപങ്ങളും കുറവുകളും പോരായ്മകളും ഏറ്റെടുക്കണമേ കർത്താവേ. തീർച്ചയായും ക്ഷമിക്കുന്ന കർത്താവ്, തീർച്ചയായും ചേർത്ത് പിടിക്കുന്ന കർത്താവ്, തീർച്ചയായും തലോടുന്ന കർത്താവ് എന്നെയും നിങ്ങളെയും ചേർത്ത് പിടിക്കുകയും നമ്മെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യും. ഹല്ലേലൂയ.